ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എടുക്കുന്നുണ്ട്. BS ആയാലും കേരള വിഷൻ ആയാലും റെയിൽവെയർ ആയാലും ഒരുപാട് പേര് കണക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഓൺലൈൻ ക്ലാസ് കാണാനായാലും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് കൂടുതൽ പേര് ഈ ഒരു കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പേരും വെക്കുന്നത് ഹാളിൽ അല്ലെങ്കിൽ വേറൊരു സൈഡിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ പലരുടെയും സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ശരിയല്ലാത്തത് കൊണ്ട് പല സൈഡിലോട്ടും അവർക്ക് വൈഫൈ റേഞ്ച് എത്തുന്നില്ല, കറക്റ്റ് സ്പീഡ് കിട്ടുന്നില്ലെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പം കൂടുതൽ പേരും 2500 3000 രൂപയൊക്കെ മുടക്കിയിട്ട് വൈഫൈ എക്സ്റ്റൻഡറൊക്കെ വാങ്ങിച്ചിട്ട് വെക്കുന്നുണ്ട്. എന്നാലും അത്യാവശ്യം സ്പീഡ് കിട്ടുന്നത് ഫുൾ സ്പീഡ് കിട്ടുന്നില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്യാൻ പറ്റും. യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ വീട്ടിൽ പഴയ ആൻഡ്രോയിഡ് ഫോണോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വൈഫൈ എക്സ്റ്റൻഡർ റിപ്പീറ്ററായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വൈഫൈ റൗട്ടർ. ഞാൻ ഇത് ഒന്നാമത്തെ നിലയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ നിലയിൽ എനിക്ക് സ്പീഡ് ഇഷ്യൂ ഉണ്ട്, അത് വൈഫൈ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ചെന്നിട്ട് ഈ ഒരു സാധാരണ സ്പീഡും പിന്നെ വൈഫൈ എക്സ്റ്റൻഡറും ചെയ്തിട്ടുള്ള സ്പീഡും കാണിക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരെ നമുക്ക് ആ സ്ക്രീനിലോട്ട് കിടക്കാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾ ഉപയോഗിക്കാത്തൊരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ പഴയൊരു ആൻഡ്രോയിഡോ iOS ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് ഫ്രീ ആണ്, നമ്മൾ പെയ്ഡായിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. സോ ആ രണ്ടാമത്തെ നിലയിൽ എൻ്റെ താഴെ ഇരിക്കുന്ന റൗട്ടറിൻ്റെ വൈഫൈയുടെ സ്പീഡും എക്സ്റ്റെൻഡ് ചെയ്ത വൈഫൈയുടെ സ്പീഡും തമ്മിലുള്ള ഡിഫറൻസും കൂടെ കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. സോ ഞാൻ ഇതെങ്ങനെയൊക്കെയാണ് കോൺഫിഗർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റ് ഷെയർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ട് ഷെയറിംഗ് ആണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. സോ സ്റ്റാർട്ട് ഷെയറിംഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. സോ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കുന്ന സമയത്ത് തന്നെ നെറ്റ് ഷെയറിംഗ് റണ്ണിങ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു വൈഫൈ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ പേഴ്സണൽ ഹോട്ട്സ്പോട്ടായിട്ട് ഓണായി. സാധാരണ നമ്മൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓണാകുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഡാറ്റ വെച്ച് ഹോട്ട്സ്പോട്ട് ഓണാക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു വൈഫൈയും ഹോട്ട്സ്പോട്ടും കൂടെ വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, വൈഫൈ എക്സ്റ്റെൻഡും ചെയ്യാം. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെറിയൊരു കോൺഫിഗറേഷനും കൂടെ നമുക്ക് ആ ഒരു ഫോണിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്റ്റെൻഡർ പെർഫെക്റ്റ്ലി വർക്ക് ആവുള്ളൂ. സോ നമുക്ക് അതിലോട്ട് കിടക്കാം. ആ ഒരു ഫോണിൽ എങ്ങനെയാണ് വൈഫൈ സെറ്റപ്പ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് അതിൽ പോകാം. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത സിഗ്നൽ യൂസ് ചെയ്യാൻ പോകുന്ന ഫോൺ എടുത്തിട്ടുണ്ട്. സോ ആ ഫോണിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് താഴെ ഇരിക്കുന്ന റൗട്ടറുള്ള വൈഫൈയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നോക്കാം. അതിനുശേഷം ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത വൈഫൈയുടെ കോൺഫിഗറേഷനും കൂടെ ചെയ്തിട്ട് നമുക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു fast.com ബ്രൗസർ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എത്രയാണ് സ്പീഡ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എനിക്കിവിടെ കിട്ടുന്നത് വെച്ചാൽ വെറും 5.1 Mbps 10 Mbps പ്ലാനാണ്. സോ അത് നമുക്ക് നോക്കാം എത്ര 19 ms ലേറ്റൻസി ഉണ്ട്. സോ അതിൽ ഇപ്പോഴും 5.1 Mbps ആണ് കിട്ടുന്നത്. ചില സമയങ്ങളിൽ KB മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. സോ അത്രയ്ക്കും സിഗ്നൽ കുറവാണ്. സോ നമുക്കിനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സ്പീഡും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത സിഗ്നൽ നമുക്ക് പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് നെറ്റ് കിട്ടില്ല. അതിൽ പ്രോക്സിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ എക്സ്റ്റെൻഡർ പെർഫെക്റ്റ്ലി വർക്ക് ആവുള്ളൂ. സോ അതിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വൈഫൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടെ വൈഫൈ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യണം. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നമ്മൾ പാസ്വേഡ് അടിക്കണം. ഞാൻ സൈഡ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് ആ ഒരു നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്ക്രീൻഷോട്ട്. അതിൽ നമുക്ക് വൈഫൈ പാസ്വേഡോ SSID ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഡിഫോൾട്ടായിട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം തരുന്നതാണ്. സോ നമുക്ക് ആ ഒരു പാസ്വേഡ് തന്നെ അടിക്കണം. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന F1 5 ക്യാപിറ്റൽ Z ക്യാപിറ്റൽ L സ്മാൾ J സ്മാൾ Q സ്മാൾ L ക്ലിക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് തന്നെ ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റലും സ്മാൾ ലെറ്ററിലും കറക്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നെറ്റ് കിട്ടുന്നില്ല. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൽ പ്രോക്സി നമുക്ക് മാനുവലി ഇനി ആഡ് ചെയ്യണം.
പ്രോക്സി സെർവറും പോർട്ട് നമ്പറും ആഡ് ചെയ്യണം. സോ നമ്മളതിൽ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഒരു ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരോ ബട്ടൺ കാണാം, അതിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രോക്സി കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാനുവലി കൊടുക്കുക. മാനുവലി കൊടുത്തതിന് ശേഷം ഹോസ്റ്റ് നെയിം നിങ്ങൾ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ 192.168. നിങ്ങളുടെ ഫോൺ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുക, അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ കൊടുത്തേക്കുന്നതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. 49.1 കൊടുത്തു. അപ്പോൾ പോർട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ 44,355 ഇത് കൊടുത്തേക്കുന്നത്. സോ എൻ്റർ കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രോക്സിയിലെ ഹോസ്റ്റ് നെയിമും പോർട്ട് നമ്പറെല്ലാം കറക്റ്റ് ആണോ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത പോലെയാണോ കൊടുത്തത് നോക്കുക. ഞാൻ സൈഡ് സ്ക്രീൻ കാണിച്ചില്ല, അതേപോലെ ഞാൻ സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇൻ്റർനെറ്റ് വന്നിട്ടുണ്ട്, എത്രയാണ് സ്പീഡ് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ എപ്പോഴും കാണിച്ചു തരാം. ഞാൻ ഒരു വൈഫൈയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത വൈഫൈയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്പീഡ് ഇതിൽ പോയി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര Mbps കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് 9 Mbps കിട്ടുന്നുണ്ട്. അതായത് ഞാൻ 5 Mbps നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാകും. ഒരു Mbpsൻ്റെ ഒരു ഇഷ്യൂ ഉള്ള, എനിക്ക് തോന്നുന്നു യൂസേജ് കൂടുതലായതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നതെന്ന് തോന്നുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. നിങ്ങൾ 2,000-2,500 മുടക്കിയിട്ട് ഞാൻ ഇപ്പോൾ 2.4 GHz ആണ് യൂസ് ചെയ്യുന്നത്. 5G ആണെങ്കിൽ എനിക്ക് കറക്റ്റ് സ്പീഡ് എനിക്ക് കിട്ടിയാണ്. സോ നിങ്ങളിപ്പം ആ 2.4 GHz യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഫുൾ സ്പീഡ് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ ആപ്ലിക്കേഷനിൽ 5 GHz ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം ഫുൾ സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. സോ ഇതേപോലെയൊക്കെ നിങ്ങൾ 2,000-2,500 മുടക്കി ഓരോ എക്സ്റ്റൻഡർ വാങ്ങിച്ചിട്ട് ഇതേ സ്പീഡിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ ആൻഡ്രോയിഡ് ഫോൺസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പൈസ മുടക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു മിനിമം റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ ഫോണിലോ ഐഫോണിലോ അതോ നിങ്ങളുടെ ടാബ്ലറ്റിലോ എവിടെ വേണോ യൂസ് ചെയ്യാൻ പറ്റും. സോ അവിടെ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിവൈസ് കൂടുതലല്ലാതെ 1-2 ഡിവൈസുകളൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഗുഡ് ബൈ.